ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ആന്തൂറിയം ചെടിയെ പറ്റിയാണ്. മനോഹരവും ഊർജ്ജസ്വലവുമായ പൂക്കൾക്ക് പേരുകേട്ട ഒരു ചെടിയാണിത്. അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഇതിൻ്റെ ജന്മദേശം. നല്ല വലുതും ഹൃദയാകൃതിയിലുമുള്ള ഇലകളാണ് ഇതിന്. പല പല വെറൈറ്റി കളറിലും ഇത് കാണപ്പെടുന്നു. വാസ്തവത്തിൽ 1000-ലധികം സ്പീഷീസുകളുള്ള വലിയ അരേസ്യ കുടുംബത്തിലെ ഏറ്റവും വലിയ ജനുസാണ് ആന്തൂറിയം. ഈ ചെടി നല്ലൊരു എയർ പ്യൂരിഫയറും ആണ്. ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടിയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. കാരണം ഇതിൻ്റെ ഇലകൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിന് നല്ല തെളിച്ചമുള്ള പ്രകാശം ആവശ്യമാണ്. അതുകൊണ്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് തന്നെ വയ്ക്കണം. പിന്നെ ഇത് പല പേരിലും അറിയപ്പെടുന്നു. പ്രധാനമായും ഫ്ലമിംഗോ ഫ്ലവർ അല്ലെങ്കിൽ ടെയിൽ ഫ്ലവർ എന്നും അറിയപ്പെടുന്നു. പരിപാലിക്കാനൊക്കെ എളുപ്പമുള്ള ചെടിയാണിത്. പിന്നെ ഇതിൻ്റെ പൂ പെട്ടെന്നൊന്നും വാടിപ്പോവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പുഷ്പവിപണിയിലൊക്കെ നല്ല പ്രാധാന്യമുള്ളൊരു പൂവാണിത്. അലങ്കാരത്തിനും ആദായത്തിനും അനുയോജ്യമായ ഒരു നല്ല ജനപ്രിയ ചെടിയാണിത്. അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇത് കൃഷി ചെയ്യുന്നുമുണ്ട്. പിന്നെ ഈ ചെടി കുറച്ച് ടോക്സിക് ആണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളും പെറ്റ് ആനിമലും എത്താത്തിടത്ത് വെക്കുന്നതാണ് നല്ലത്. എങ്കിലും മനോഹരമായ ഈ ചെടിയുടെ പൂക്കളുടെ പല പല നിറങ്ങളിൽ വരുന്ന വൈവിധ്യം കാണുന്നത് തന്നെ വല്ലാത്തൊരു ആനന്ദകരവും അതിശയകരവുമാണ്. ആന്തൂറിയത്തിൻ്റെ ഈ മനോഹരമായ പുഷ്പം ശരിക്കു പറഞ്ഞാൽ പരിഷ്കരിച്ച ഇലകളാണ്. ഇതിനെ സ്പാത്തുകൾ എന്ന് പറയും. ചുവപ്പ്, പിങ്ക്, വെള്ള, ഓറഞ്ച്, പച്ച ഇങ്ങനെയുള്ള പല കളറിലും വരുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കുറേ കളർ വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു സ്പൈക്കും ഉണ്ട്. ചില സംസ്കാരങ്ങളിൽ ആന്തൂറിയത്തിന് പ്രത്യേകമായ അർത്ഥങ്ങളൊക്കെയുണ്ട്. ആതിഥ്യ മര്യാദ, സമൃദ്ധി, സ്നേഹം എന്നിവയെ പ്രതിനിധീകരിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. ആന്തൂറിയം അങ്ങനെയൊന്നും വാടാത്തത് കൊണ്ട് തന്നെ പൂച്ചെണ്ടുകൾക്കും മറ്റുള്ള ഓരോ ഫംഗ്ഷനിലും ഒക്കെയും ഇത് ഒരു അലങ്കാരമായി ഉപയോഗിക്കുന്നുമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ മുഴുവനായും കാണാനും ശ്രമിക്കണേ. Thanks for watching.